ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വന്നു കയറുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രക്രിയയുടെ ഫലമായിട്ടൊക്കെയാണ് ഇങ്ങനെ. അല്ല, എന്നാലും രാവിലെ എന്തായിരിക്കും ദിലീപേട്ടൻ കഴിക്കുന്നത് പൊതുവെ ഇപ്പൊ വീട്ടിലുള്ള ഒരു ദിവസം? ഞാൻ സാധാരണ പോലെ പുട്ട്, കടല, അല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ, ആവിയിലൊക്കെ കുക്ക് ചെയ്തത് കൂടുതലും നമ്മള് എല്ലാവരും പറഞ്ഞില്ലേ. പിന്നെ അതുപോലെ ചില ദിവസങ്ങളിൽ പഴങ്കഞ്ഞൊക്കെ എടുത്ത് കുടിക്കും. ആണല്ലേ? കാരണം ഏറ്റവും നല്ലത് അതല്ലേ. ഉച്ചയാകുമ്പോൾ ചോറ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ, അതോ ചപ്പാത്തി ആൾട്ടർനേറ്റീവ് ആയിട്ടോ? ഇല്ല, എനിക്ക് എന്തായാലും ചോറ് വേണം. അതിപ്പോ ഇപ്പൊ കുറച്ചേ കഴിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ കേരളത്തിലെ ആളുകൾ എപ്പോഴും ചോറിനാണുള്ള പ്രാധാന്യം കൊടുക്കുക. എല്ലാവരും പറയുന്നത്, ഇപ്പോൾ ഡയറ്റീഷ്യനോ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാർ പറയുന്നത്, നിങ്ങൾ പച്ചക്കറികൾ കൂടുതൽ കഴിക്കൂ, അല്ലെങ്കിൽ ഫിഷോ ചിക്കനോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കൂ, എന്ന് വെച്ചാൽ പ്രോട്ടീൻസിന് പ്രാധാന്യം കൊടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കാർബ്സ് കട്ട് ചെയ്തിട്ട് ഉള്ള ഇത് ചെയ്യാൻ പറ്റൂല. നമുക്ക് ഭയങ്കര ടയറിംഗ് ആയിട്ടൊക്കെ തോന്നും. അപ്പൊ നമ്മൾ ഭയങ്കര ഇതാവും. അത് ചോറ് ഇത്തിരി വേണം, ചോറ് നമുക്ക് വേണം, ഇച്ചിരി വേണം. അത് വേണം. ഇച്ചിരി മീൻകറിയും കൂടെ ഒക്കെ ആണെങ്കിൽ ചില ദിവസങ്ങൾ ഞാനങ്ങനെ ഫുൾ ടൈം നോൺ വെജ് ഒന്നും അല്ല. ആഴ്ചയിൽ 4 ദിവസമൊക്കെ ചിലപ്പോ വെജ് ഒക്കെയാണ്, അങ്ങനെയൊക്കെ പോകുന്നത്. എന്നാലും കാവ്യ ചേച്ചിക്കാരുടെ നീലേശ്വരം ആയതുകൊണ്ട് അവിടുത്തെ ഏതെങ്കിലും തനതായിട്ടുള്ള നോൺ വെജോ വെജോ ദിലീപേട്ടന്? അല്ല, ആള് നേരത്തെ വരുന്ന സമയത്ത് അങ്ങനെ കറികളും ഒന്നുമല്ല. പക്ഷെ ഇപ്പൊ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഉണ്ടാക്കി തരാം, നല്ല ടേസ്റ്റും. എന്നോട് പറഞ്ഞ സദ്യ പോലെ ഫുൾ ഓണത്തിനൊക്കെ സദ്യ പോലെ. ആ കോവിഡ് സമയത്തൊക്കെ ശരിക്കും ആ സമയത്ത് നമ്മള് 10-13 പേർക്ക് ആള് ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു അറിയില്ലേ. ഇനി സ്റ്റാർട്ടറിന്റെ വരവാണ് ദിലീപേട്ട. നമ്മൾ ഐസ്ഡ് ടീ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഐസ് ടീ ഇടയ്ക്കിടയ്ക്ക് ഐസ് ടീ കുടിക്കാം. ഇത് ദിലീപേട്ട ഇത് എനിക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം ഞാനും എന്റെ കെട്ടിയവനും ഇവിടുത്തെ സ്ഥിരം കടികളാണ്. അതുകൊണ്ട് ഈ മൊത്തം ലിസ്റ്റ് ഞങ്ങൾക്കറിയാം. ചിക്കൻ ടെമ്പൂറയാണ് ഇവിടുത്തെ സ്റ്റാർട്ടറിൽ. ദിലീപേട്ട എന്റെ വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ് ഹിയർ ഇൻ ദേപ്പുട്ട്, ചിക്കൻ ടെമ്പൂറ. ദിലീപേട്ടൻ ഇവിടുത്തെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം. ഇന്ന് ഞാൻ ചിക്കൻ ടെമ്പൂറ കഴിക്കുന്നില്ല, കാരണം ഞാൻ ഇന്ന് വെജാണ്. അതുകൊണ്ട് വെജാണ് ഞാൻ. ചിക്കൻ ടെമ്പൂറ കഴിച്ചു. ഞാൻ അതും കൂടെ കഴിക്കേണ്ടി വരുമല്ലോ. കഴിച്ചു. ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു, സോസേജ് കിട്ടും. ഞാൻ സ്ഥിരം ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. എറണാകുളം ഭാഗത്തുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ഊണ് ഞാൻ ഇവിടുന്ന് തന്നെയാണ്. കാരണം നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണം. പിന്നെ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചു നോക്കും, ഇവിടെ എന്താ സംഭവിക്കണെന്നും കൂടി നമ്മൾ അറിയണമല്ലോ, നമ്മൾ ഉത്തരം പറയണമല്ലോ. അതുകൊണ്ട് ഈ വെജ് ഇങ്ങനെ എന്തെങ്കിലും റിച്വൽ ആയിട്ട് എടുക്കുന്നതാണോ, അതോ ഇടയ്ക്കിടയ്ക്ക്? കുറച്ച് നാളായിട്ട് അങ്ങനെയാണ്. അത് ചില ദിവസങ്ങളിൽ വെജ് മാത്രമേ ഉള്ളൂ, വെജേ കഴിക്കാറുള്ളൂ. ഞാൻ കഴിക്കുന്നോണ്ട് ദിലീപേട്ടന് ഒരു പ്രശ്നമില്ല. അതല്ലേ, നമ്മൾ കഴിക്കണം. നിങ്ങൾ കഴിച്ചാലേ നമുക്ക് സന്തോഷമാവുള്ളൂ. ബില്ലൊക്കെ തരണ്ടല്ലേ എനിക്ക്? അയ്യോ, ഞാനാണെങ്കിൽ പൈസ കൊടുത്തിട്ടില്ല. അല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇപ്പൊ ഗൂഗിൾ പേ ഒക്കെ ഉള്ളതല്ലേ, പേഴ്സിലൊക്കെ എന്തിരിക്കണം. ദിലീപേട്ടന്റെ ഇപ്പോഴും വന്നാലും കാണുന്ന ഒരു പടമുണ്ട്, മീനത്തിൽ താലികെട്ട്. എനിക്ക് എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ. ഭയങ്കര ലൈറ്റ് ഒരു കോമഡി, അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഫാമിലി ഇമോഷൻസ്. അന്ന് നമ്മള് ഞാനിങ്ങനെ ഉണ്ടാക്കിയ ഒരു തമിഴ് പടം കണ്ടപ്പോൾ കിട്ടിയ ഒരു ത്രെഡാണത്. അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് കോർത്ത് എൻ്റെ ഫസ്റ്റ് ഹാഫ് ഫുൾ നമ്മളിങ്ങനെ എന്നെ ഒരു ഇതുണ്ടാക്കി. സെക്കൻഡ് ഹാഫ് പിന്നെ ലാൽ ജോസും ഞാനോടിയാണ് അത് ഫുള്ളായിട്ട് എഴുതിയത്. AK സാജൻ, AK സന്തോഷാണ്. രസമായിട്ട് എനിക്ക് അതിനകത്ത് ഒരുപാട് ഡയലോഗ് അവരെ എഴുതിയത് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ വൺ ലൈൻ പോലെ ഒരു സാധനം ഉണ്ടാക്കുന്നതിനേക്കാളും ഡയലോഗ്സ് എഴുതുന്ന വേറൊരു കലയാണല്ലോ. ഞാനിങ്ങനെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയിട്ട് ആണല്ലോ, മറ്റേ അയാളുടെ പെങ്ങളെയും കല്യാണം കഴിച്ചുകൊണ്ട് മറ്റേ വരികയാണല്ലോ. വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ അമ്പിളിച്ചേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പുള്ളി മാഷാണല്ലോ, ഇങ്ങനെ മാഷേ എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത്, അത് നീ പട്ടാളത്തിലൊന്നും അല്ലല്ലോ ലീവ് എടുത്ത് വീട്ടിൽ പോവാൻ, അതിലൊന്നും ചാടിയാ പോരെ എന്നൊക്കെ ചോദിക്കുന്ന. അല്ല, ഇത് പറയുമ്പോൾ തന്നെ കല്യാണരാമനിലൊക്കെ ദിലീപേട്ടന്റെ ആ സീക്വൻസ് ഇപ്പോഴും ഉണ്ട്. സലീമേട്ടൻ യു മീൻ ഐലമീൻ ചാളമീൻ എന്ന് പറയുമ്പോൾ ദിലീപേട്ടൻ മാറി ഇന്ന് ചിരിക്കുന്നത് അതേപോലെ പടത്തിലുണ്ട്. ഒരുപാട് പടത്തിൽ ഞാൻ ചിരിച്ചിട്ടുണ്ട്. അങ്ങനെ സലീമേട്ടൻ അല്ലാതെ അതുപോലെ തന്നെ കൈവിട്ട് ചിരിച്ചു പോയൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും ഒപ്പം നിന്ന് പെർഫോം ചെയ്യുന്നതിൽ. ഞാൻ ജഗദീഷ് ശ്രീകുമാർ അമ്പിളിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ച പല പടങ്ങളും ഞാൻ ചിരിച്ചിട്ടുണ്ട്. ആണല്ലേ? ഇന്നസെന്റ് ഏട്ടൻ്റെ ഞാൻ ചിരിച്ചിട്ടുണ്ട്. കാരണം ടേക്കിൽ കാണുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ, നമ്മുടെ കൺട്രോൾ പോയിട്ടുണ്ട്. ചില സമയത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം പറയും എന്തുവാടെ എന്ന് വെച്ചിട്ട് അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത്. കാരണം ഈ ടൈമിങ്ങിൽ ഇങ്ങനെ ഒരു സാധനം വരുന്നതേ, ഒരെണ്ണത്തിൽ ഒരു സിഗരറ്റ് എടുത്തിട്ട് വലിക്കുന്നതാണ് അമ്പിളിച്ചേട്ടൻ.
കുടുംബക്കോടതി ഏതിലും ആണത്. സിഗരറ്റ് എടുത്ത് വലിച്ചിട്ട് ഈ സിഗരറ്റ് ഒന്ന് വലിക്കണത് ഈ സിഗരറ്റ് അണ്ണാക്കിലേക്ക് പോയി. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടേ, കാരണം എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറയും ചേട്ടാ എന്താ ചെയ്യാൻ പറഞ്ഞത് എന്നോടൊന്ന് പറയുമോ പ്ലീസ്, എനിക്കൊന്ന് പ്രിപ്പയർഡ് വരാം. അപ്പം ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴല്ല ഞാനിങ്ങനെ കയ്യൊക്കെ പിടിച്ച് ഞെക്കിയിട്ടൊക്കെ എനിക്ക് നിൽക്കണേ, വേദനിപ്പിച്ചിട്ട്. കാരണം ഇവരുടെ മുമ്പിൽ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് നിൽക്കണം. എൻ്റെ ഉള്ളിൽ ഫുൾ ചിരിയില ഞാൻ നിൽക്കണേ. അതുമല്ല, ദിലീപേട്ട ഭയങ്കര മനസ്സറിഞ്ഞാണ് ചിരിക്കുന്നത്. അപ്പൊ ദിലീപേട്ട കണ്ണൊക്കെ ഇങ്ങനെ നിറയും. നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടേ സാർ കണ്ണീന്നൊക്കെ വെള്ളം വരുന്ന അവസ്ഥ ദിലീപേട്ടൻ ചിരിച്ചുകളെ. അല്ല ചെറിയൊരു ചിരിയല്ല ഈ പറയുന്നത് കേട്ടോ. അതുപോലെ ഇന്നസെൻസ് സാറിന്റെ കൂടെ അങ്ങനെ ചിരിച്ചു പോയിട്ട് വിട്ടു പോയിട്ട് നമ്മൾ മാറിപ്പോയി, പിന്നെ കുറെ കഴിഞ്ഞ് റീഗെയിൻ ആയി വന്ന് ചെയ്ത്. അല്ലല്ല, അത് ഇന്നസെന്റിന്റെ കൂടെ ഒരുപാടുണ്ട്. ഞാൻ ചിരിച്ചിട്ട് ഷൂട്ടിംഗ് നിർത്തി വെച്ച കലാഭവനി ഞാനും കൂടി ചിരിച്ചതിനാ. ഏത് ഷോട്ടായിരുന്നു കേട്ടോ? ഉല്ലാസ പൊങ്കറ്റില് തിലകൻ ചേട്ടന്റെ ഓപ്പോസിറ്റ്, ഞാൻ ഏതൊക്കെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിലകൻ ചേട്ടന്റെ ഓപ്പോസിറ്റ് ഉള്ള ഷോട്ടാണ്. തിലകൻ ചേട്ടൻ എന്തോ പറയുന്നു, അപ്പൊ ഞങ്ങള് രണ്ടുപേരോട് മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന എന്തോ എക്സ്പ്രഷനാണ്. ഷോട്ട് വെക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ രണ്ടുപേരെ കൗണ്ടർ എടുക്കണം. ഞാൻ ചേട്ടൻ്റെ വിട്ടു, ഞങ്ങളുടെ രണ്ട് സെപ്പറേറ്റ് ഷോട്ടാണ്. അപ്പോൾ എന്തു ഇത് വെച്ചപ്പോൾ മണി പറഞ്ഞു, ഞാൻ അപ്പം തന്നെ എൻ്റെ കൗണ്ടർ പറഞ്ഞു. കൗണ്ടർ പറഞ്ഞോടെ മണി ഒരു ചിരി കൊടുക്കിയിട്ട് ഞാനും അപ്പോഴേ അത് ഓർത്ത് ചിരിച്ചു പോയത്. പിന്നെന്താ വെച്ചാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ആ തമാശയുടെ വിഷ്വൽ ഓർമ്മ വന്നിട്ട് പിന്നെ ശരിക്കും നിർത്താൻ പറ്റില്ല. കുറച്ച് ഓക്കെ 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 കടേ കടേ വൺ മാർ എന്ന് പറഞ്ഞില്ലേ കുറെ. പക്ഷെ ഈ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ചിരി തുടങ്ങും. മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, പക്ഷെ മുഖത്ത് നോക്കാതിരിക്കാൻ പറ്റില്ല ഷോട്ടിന്. അങ്ങനെ അവസാനം അവർ ചിരിച്ച് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പുള്ളി വിചാരിച്ചത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിരി നിർത്തും. ജനറൽ ട്രോഫി ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ ചിരി മാറില്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പുറത്തുപോയി കുറെ ചിരിച്ച് വന്നിട്ട് റെഡി അങ്ങനെ. അല്ല, അതാണ് ദിലീപേട്ട കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും ദിലീപേട്ട ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോൾ. അതുപോലെ തന്നെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ കാവേച്ചി ആയിരുന്നില്ല, ശാലിനെ ആയിരുന്നു ആദ്യം പരിഗണിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പൊ കുത്തിപ്പൊക്കുന്നുണ്ട്. ആദ്യം ശരിക്കും മീനത്തിൽ താലികെട്ടില്ല ശാലിനിയായിരുന്നു. മീനത്തിൽ താലികെട്ടില്ല അല്ലേ? ആ സമയത്ത് മീനത്തിൽ താലികെട്ടും നക്ഷത്ര താരാട്ടും ഞാൻ രണ്ടും കമ്മിറ്റ് ചെയ്ത പടങ്ങളായിരുന്നു. അപ്പൊ ആ സമയത്ത് മീനത്തിൽ താലികെട്ട് കഴിഞ്ഞിട്ട് നക്ഷത്ര ആ പടം ചെയ്യാന്നുള്ള സംഭവം വന്നപ്പോഴാണ് പെട്ടെന്ന് അവര്, പിന്നെ അത് ചാക്കോച്ചനാണ് ആ വേഷം ചെയ്തതല്ല, ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിറ്റാലിയായിട്ട് നമ്മൾ സംസാരിച്ച് വെച്ചിരുന്നത് ആ സമയത്ത് എനിക്കത് ആദ്യം നമ്മൾ ആ ടീം സംസാരിച്ചത് മഞ്ജുവിനോടായിരുന്നു സംശയമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശാലിനിയാണ് ഫിക്സ് ആ ഒരു സംസാരമായത്. പക്ഷെ അപ്പോഴേക്കും പിന്നെ നിറമൊക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ, അപ്പോൾ പിന്നെ ആ കോമ്പിനേഷനിലേക്ക് ഇതായിട്ട് പിന്നെ അവരങ്ങോട്ട് പോയി. പിന്നെ ഞാൻ വെച്ചാൽ ഈ പുഴയും കിടന്നിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു തോന്നുന്നു ഈ പടം. നക്ഷത്ര താരാട്ടല്ലേ ആ പടം തിലകൻ